ജയ്, നമ്മുടെ നാട്ടിൽ നമ്മൾക്ക് ഒരു അനീതി സംഭവിച്ചാൽ അത് സാമ്പത്തികമായിട്ടും മാനസികപരമായിട്ടും എന്താ ഒരു അനീതി സംഭവിച്ചാലും നമ്മൾ കയ്യാങ്കളിക്ക് കെൽപ്പില്ലാത്തവരാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്ന എന്താണ്? കയ്യാങ്കളി ചെയ്യാൻ പാടില്ല, പോലീസിനെ സമീപിക്കുക എന്നുള്ളതാണ് സാധാരണ. പ്രത്യേകിച്ചും സ്ത്രീകൾ, അബലകളായ സ്ത്രീകളൊക്കെ ആണെങ്കിൽ നമ്മൾ ആദ്യം നമുക്കൊരു തട്ടിപ്പിൽ നമ്മൾ വീണാൽ, നമ്മൾ പറ്റിക്കപ്പെട്ടെന്ന് തോന്നിയാൽ നമ്മൾ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകും. ഇന്ന് എല്ലാവർക്കും ജനമൈത്രി പോലീസുകളാണ്. പക്ഷെ എന്തിനാണ് ഈ ജനമൈത്രി പോലീസ് എന്ന് ചോദിച്ചാൽ ജനശത്രു പോലീസ് എന്നാണ് ഇപ്പോൾ ഇടേണ്ടി വരുന്നത് തോന്നുന്നു. കാരണം അങ്ങനെയുള്ള വാർത്തകളാണ് വരുന്നത്. പ്രത്യേകിച്ചും ഈ മ്യൂസിയം പോലീസ് സ്റ്റേഷനെ കുറിച്ചൊക്കെ ഭയങ്കരമായിട്ടുള്ള കംപ്ലൈന്റുകളാണ് വരുന്നത്. അതിനൊരു ആയിരിക്കുകയാണ് ഒരു പാവപ്പെട്ട ഒരു തിരുവനന്തപുരംകാരി. ആ പെൺകുട്ടിയുടെ പേര് ഹിന്ദ് ലിയാഖത്ത് അലി എന്ന് പറഞ്ഞിട്ടുള്ള സൗദിയിലാണ് ജീവിച്ചു വളർന്നുകൊണ്ടായിരിക്കാം മേ ബി ആ പേര് ഹിന്ദ്. അവര് സ്വന്തം ബിസിനസ് ആവശ്യത്തിനായിട്ട് ഈ പറയുന്ന പോലെ ഒരു ആധാരവും ചെക്കും ഒക്കെ ഒരു ഏജന്റിനെ വിശ്വസിച്ച് കൊടുക്കുന്നു. KSF ഒരു ഏജന്റ്, KSF കാരിൽ തെറ്റുകാരല്ല, KSF പുറത്താണല്ലോ ഏജന്റുമാർ നിർത്തുന്നത്. KSF പേരിൽ നടന്ന അജയ് ഘോഷ് എന്ന് പറഞ്ഞ ഒരുത്തനാണ് അവരെ പറ്റിച്ചത്. ഓക്കെ, പറ്റിക്കപ്പെട്ടതിന് ശേഷം അവര് പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോൾ കമ്മീഷണറുടെ ഓഫീസിൽ ആദ്യം പോയി പരാതി പറയുന്നു. കമ്മീഷണർ നിർദ്ദേശപ്രകാരം രണ്ടാമത് പോലീസ് സ്റ്റേഷനിൽ വന്ന അവരെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ SI കള്ളക്കേസിൽ കുടുക്കി 22 ദിവസമാണ് റിമാൻഡിൽ ജയിലിട്ടത്. തീർച്ചയായിട്ടും പറഞ്ഞ കണക്കാൻ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഏതൊരു വ്യക്തിയും ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ പരാതി ഉണ്ടാകുമ്പോൾ കയ്യാങ്കളിക്കോ ശാരീരിക പറഞ്ഞ കണക്കാനും സ്വാഭാവികമായിട്ടും നിയമത്തിന്റെ വഴിക്ക് കാര്യങ്ങൾ പോകട്ടെ എന്ന് ചിന്തിക്കുന്ന മലയാളികൾ അല്ലെങ്കിൽ ജനങ്ങൾ ആദ്യം പോകുന്നത് പോലീസിന്റെ അടുത്താണ്. തങ്ങളുടെ പരാതി സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ അത് അന്വേഷിച്ച് കുറ്റക്കാരെ കണ്ടെത്താനും തങ്ങൾക്ക് നീതി മേടിച്ച് കൊടുക്കാനും പോലീസുകാർക്ക് കഴിയും, നിയമ സംവിധാനങ്ങൾക്ക് കഴിയുമെന്നൊരു വിശ്വാസം മലയാളികൾക്കുണ്ട്. പക്ഷേ അത്തരം വിശ്വാസങ്ങളെ തകിടം മറിക്കുന്ന, തകർക്കുന്ന ഒരു പ്രവണതയാണ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ കണ്ടത്. അതായത് ഈ പറഞ്ഞ പോലെ തന്നെ 27 വയസ്സാണ് തോന്നുന്നത് ഹിന്ദ് ലിയാഖത്ത് അലി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി KSF പേരിൽ നടന്ന തട്ടിപ്പാണ്. അതല്ലെങ്കിൽ പകുതിക്ക് വെച്ചൊക്കെ ഇട്ടിട്ട് പോകുന്ന ലോണുകൾ ഏറ്റെടുത്തുകൊണ്ട് അത് ചിട്ടികളൊക്കെ കൊടുക്കുന്ന ഒരു പരിപാടി നമ്മളിപ്പോ ഒരു കസ്റ്റമർ ഇട്ട് പോകാം, അവരുടെ വൃത്തികേട് കൊണ്ട് ഇട്ട് പോവുക, ഡ്രോപ്പ് ചെയ്ത ചിട്ടികൾ നമുക്ക് വേണമെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാം. ആ എത്ര പൈസയാണോ ഡ്രോപ്പ് ചെയ്ത് കളഞ്ഞത് അടച്ച് ചിലപ്പോൾ തുച്ഛമായ തുകകളെ കാണത്തുള്ളൂ, ചില 10 ലക്ഷത്തിന്റെ ചിട്ടിയൊക്കെ ആയിരിക്കും. അങ്ങനെ എടുത്ത ഒരു ചിട്ടി എടുപ്പിച്ചുകൊണ്ട് നിനക്ക് അതിൽ നിന്ന് ലോൺ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ ഒരു ഏജന്റ് ഈ പറഞ്ഞ ഹിന്ദിനെ സമീപിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ അവർക്ക് എനിക്ക് തോന്നുന്നു കേരളത്തിലെ വലിയ പരിചിതമില്ലാത്തതുകൊണ്ടാണ് അവർ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയാണെങ്കിൽ പോലും കേരളത്തിലെ ഉടായ്പിന്റെ രീതി ഒന്നും മനസ്സിലാക്കിക്കൊണ്ടായിരിക്കാം പാവം അതിൽ പെടുന്നു. സ്വാഭാവികമായിട്ട് ഒരുപാട് ഏജൻസികളുണ്ട് കേട്ടോ. KSF എല്ലാ ഏജന്റുമാരും മോശമാണെന്നല്ല, ഒരുപാട് ഏജന്റുമാരുണ്ട്, ഒരുപാട് ചിട്ടിയൊക്കെ ചെറുപ്പിച്ച് പിടിച്ച ഏജന്റുമാരൊക്കെ ഉണ്ട്. എന്തായാലും ഇവനെ സമീപിക്കുന്നു, ഇവൻ അവരെ സമീപിക്കുന്നു. ഈ പറയുന്ന പോലെ 2.5 ലക്ഷമോ 3 ലക്ഷമോ കണ്ടോ അയാൾ തന്നെ കൈന്നിട്ട് കൊടുക്കാം, എന്നിട്ട് പകരം അയാൾക്ക് കൊടുത്താൽ മതി എന്ന രീതിയിൽ പറയുന്നു. അങ്ങനെ പിന്നെ ഇവരുടെ കയ്യിൽ നിന്ന് അതിന്റെ പേരും പറഞ്ഞ് ലോൺ ശരിയാക്കി ആ ചിട്ടിയിൽ നിന്ന്, അത് ഈ ചെറുപ്പിക്കുന്ന ചിട്ടിയിൽ നിന്നുകൊണ്ട് ലോണും ശരിയാക്കി കൊടുക്കാമെന്ന് പറയുന്നത് ഇവരുടെ ആധാരവും ചെക്കും ഒക്കെ മേടിക്കുന്നു. ഈ ആധാരം മേടിക്കുന്ന പ്രോപ്പർട്ടിയുടെ ഒരു ഇപ്പോഴത്തെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1.5 കോടി മൂല്യമുള്ള ഒരു പ്രോപ്പർട്ടിയാണത്. അത് മേടിച്ചെടുക്കുന്നു, കുറെ പേപ്പേഴ്സിലൊക്കെ ഇവരുടെ ഒപ്പിടിപ്പിക്കുന്നു. പക്ഷേ KSF ശാഖയിലേക്ക് പോകാൻ ഇയാൾ സമ്മതിക്കുന്നില്ല. അങ്ങനെയാണ് ഇവർക്ക് സംശയം തോന്നി. ഇവർ അവിടുത്തെ മാനേജറോട് ചെന്ന് അന്വേഷിച്ചപ്പോഴാണ് പറയുന്നത് ഇത് തട്ടിപ്പാണ്, ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച് അറിയില്ല. പറയപ്പെടുന്ന ഏജന്റിനെ അവർ പുറത്താക്കിയതാണ്. കാരണം വേറെ ഒന്നുമല്ല, ഇതിനു മുമ്പ് സമാനമായ ഒരുപാട് കേസുകൾ ഇയാളുടെ പേരിൽ ഉണ്ടായിട്ടുണ്ട്. ഈ തട്ടിപ്പും വെട്ടിപ്പുമാണ് നടക്കുന്നത്. ഓക്കെ, തട്ടിക്കപ്പെട്ടു, നമ്മുടെ വിധി, നമ്മുടെ ഒരു കയ്യബദ്ധം പറ്റിപ്പോയി. അത് നമ്മൾ ആരെയാണ് ആദ്യം പറയുക? നിയമത്തിനാണ് നമ്മൾ സമീപിക്കുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അവർ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു, അവർ പരാതി സ്വീകരിക്കുന്നു. ഒരാഴ്ചയായിട്ട് അനക്കമില്ല. അതുകൊണ്ട് അവർ നേരെ കമ്മീഷൻ ഓഫീസിൽ നിന്ന് പരാതി കൊടുക്കുന്നു. കമ്മീഷൻ ഓഫീസിൽ നിന്ന് കമ്മീഷണർ നിർദ്ദേശപ്രകാരം രണ്ടാമത് തിരിച്ചു വന്ന അവരെ വേറൊരു കള്ളക്കേസിൽ കുടുക്കി ഈ പറയപ്പെടുന്ന അവിടുത്തെ SI റിമാൻഡിൽ വെക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇവർ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയായതുകൊണ്ട് അവിടെ ഏതോ മുക്കുപണ്ടം വെച്ചെന്നോ അവിടുത്തെ സ്വർണം പണയം വെച്ച സ്വർണം അവിടുത്തെ തന്നെ ഏതോ ഒരു ഉടായ്പുകാരൻ, ഇവർ HR ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്, ഫോൾസ് അലിഗേഷൻ, അതെ, ഒരു ഫോൾസ് അലിഗേഷൻ കൊടുക്കുന്നത്. അതായത് അവിടുത്തെ ജീവനക്കാരനായ ഒരു അനൂപ് എന്ന് പറഞ്ഞത് ഈ തട്ടിപ്പുകാരെല്ലാം ഒരുമിച്ച് കൂടുമല്ലോ, ഈ അജയ് ഘോഷിന്റെ ഫ്രണ്ടാണ് ഈ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ മുൻ ജീവനക്കാരൻ. അവനാണ് ഇവർക്കെതിരെ കേസ് കൊടുക്കുന്നത്. ഈ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയായ ഹിന്ദിന്റെ സമീപത്തോളം ഹിന്ദ് HR ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ സ്വർണ്ണപ്പണയമായിട്ട് ബന്ധമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവരത് പോലീസ് സ്റ്റേഷനിൽ പറയുകയും ചെയ്തു, എനിക്ക് സ്വർണ്ണപ്പണയമായിട്ട് ബന്ധമില്ല, അതുകൊണ്ട് നിങ്ങൾ എന്തിനാണ് എന്നോട് ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചോ പറഞ്ഞു. ഒന്നും കേൾക്കാൻ തയ്യാറല്ലാതെ അയാൾ ചോദിച്ചതാണ് പറയുന്നത്, നിന്നെ ഇപ്പോൾ ഫോണൊക്കെ മേടിച്ചു ചോദിച്ചു, നിന്നെ ഇപ്പോൾ കേസിൽ പെട്ട് അകത്തിട്ട് കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യും എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം, SIയുടെ ചോദ്യം. ഒരു നിങ്ങൾ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്നാണ് ആ പാവപ്പെട്ട സ്ത്രീ പറഞ്ഞത്. പക്ഷെ അവർ ചെയ്തു. 22 ദിവസമാണ് അവർ റിമാൻഡിൽ കഴിഞ്ഞത്. ഇപ്പോഴും നീതി കിട്ടിയില്ല. കാരണം അവർ പിന്നീട് അറിഞ്ഞത് അവരുടെ ഈ പ്രോപ്പർട്ടി ഇവന്റെ പേരിലേക്ക് ആക്കാനുള്ള പേപ്പറുകളാണ് ഇവൻ ഒപ്പിട്ട് മേടിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത് തന്നെ ആയിരിക്കും. അവർ സൗദിയിലാണ് വളർന്നതെന്നാണ് അവർ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും കേരളത്തിലെ നിയമങ്ങളോ കേരളത്തിലെ ഉടായ്പകളോ മനസ്സിലാക്കാതെ അതിൽ പെട്ടുപോയതാണ്. അപ്പൊ അവരുടെ ആ 1.5 കോടി മൂല്യമുള്ള ഒരു സാധനം നിസ്സാര ലോണിന് വേണ്ടിയിട്ട് അവന്റെ പേരിലേക്ക് മാറ്റാൻ ശ്രമിക്കുക. എന്തെല്ലാം ചതികളല്ലേ ഇവിടെ നടക്കുന്നത്.
പറഞ്ഞ കണക്ക് തന്നെ പോലീസിന് മൂക്കില്ല രാജ്യമാണോ ചെയ്ത് കൃത്യമായിട്ട് ഈ പറഞ്ഞ കണക്ക് ഡോക്യുമെന്റ്സ് പോലീസിന് അവർ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് തട്ടിപ്പ് സംഭവിച്ചു, താൻ തട്ടിപ്പിനിരയായി, അല്ലെങ്കിൽ അജയ് ഘോഷ് എന്ന് പറഞ്ഞ വ്യക്തി തന്നെ ദിനദിനം തട്ടിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രോഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ തന്റെ ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പ്രോപ്പർട്ടി ഈ പറയുന്ന അജയ് ഘോഷിന്റെ പേരിലാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന് കൃത്യമായി ഈ ലിയാഖത്ത് അലി പോലീസിനെ അറിയിച്ചതാണ്. അതിന്റെ ഡോക്യുമെന്റ്സ് കൃത്യമായിട്ട് കൊടുത്തിരുന്നതാണ്. ചാറ്റ്സ് അടക്കം, ഡിജിറ്റൽ എവിഡൻസ് അടക്കം, അല്ലെങ്കിൽ അല്ലാതുള്ള ഡോക്യുമെന്റ്സ് പ്രൂഫ് അടക്കം പോലീസിന് കൈമാറിയതാണ്. എന്നിട്ടും മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ SI ഈ പറയുന്ന വിപിൻ എന്ന് പറയുന്ന വ്യക്തി, പോലീസുകാരൻ, അതിന് കൃത്യമായിട്ടുള്ള വാല്യൂ കൊടുക്കാണ്ട്, അതിൽ കൃത്യമായ അന്വേഷണം നടത്താതെ, അത് കമ്മീഷണർ ഓഫീസിലേക്ക് പോയി വീണ്ടും ഈ കേസ് റീ ഓപ്പൺ ചെയ്യണം, അതിൽ കൃത്യമായ അന്വേഷണം വേണമെന്ന് കമ്മീഷണറുടെ ഡയറക്ഷൻ പോലും ഉണ്ടായിരുന്നു. എന്നിട്ടാണ് ഇതേ രീതിയിൽ ഒരു രീതിയിലും ആ കേസ് സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ അതിൽ പ്രതിയായിട്ടുള്ള അജയ് ഘോഷിന്റെ പിടികൂടാനോ യാതൊരു നടപടികളും പോലീസ് ചെയ്തില്ല എന്ന് മാത്രമല്ല, അവർ കൊണ്ടുവന്നൊരു ഫോൾസ് അലിഗേഷൻ, കണക്ക് സ്വർണത്തിന്റെ മുകളിൽ ഒരു ചീറ്റിംഗ് ഈ ലേഡി നടത്തി എന്ന് പറഞ്ഞ് അവർ മനഃപൂർവ്വം ഇവരെ കൊടുക്കാൻ വേണ്ടി ഒരു പരാതി കൊടുത്തപ്പോൾ, എന്നാൽ പിന്നെ നിനക്കൊരു പണി ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് അവർ കൊടുത്തൊരു പരാതി, അതിന്റെ യാതൊരു അടിസ്ഥാനവും തിരക്കാതെ ആ കള്ളപ്പരാതിയുടെ മുകളിൽ ആക്ഷൻ എടുക്കുന്നു. അവരെ കൃത്യമായിട്ട് തന്നെ പ്രതി ചേർത്ത് 22 ദിവസമാണ്. ആ 22 ദിവസമാണ് പാവപ്പെട്ട ആ സ്ത്രീ താൻ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കിടക്കേണ്ടി വന്നു. അറിയാം, നമുക്ക് കഴിഞ്ഞ ദിവസമല്ലേ ഷീല സണ്ണി എന്ന് പറഞ്ഞൊരു പാവപ്പെട്ട ബ്യൂട്ടീഷ്യൻ ഇതുപോലെ പോലീസിന്റെ അല്ലെങ്കിൽ എക്സൈസിന്റെ അനാസ്ഥ, ഡിപ്പാർട്ട്മെന്റിന്റെ അനാസ്ഥ എന്ന് തന്നെ പറയാം, ഡ്യൂപ്ലിക്കേറ്റ് സ്റ്റാമ്പ് തിരിച്ചറിയാൻ വയ്യാത്ത പൊട്ടന്മാരാണോ എക്സൈസിൽ ഇരുന്നിരുന്നത്? ആ 12 സ്റ്റിക്കറുകൾ അവരുടെ വീട്ടിൽ തന്നെ ഒരു ഉടായ്പ അവരുടെ പിന്നെ മരുമകളുടെ അനിയത്തി ചെയ്ത പണിയാണ്. ആ പണി അവർക്കിട്ട് ആപ്പ് വെച്ച് കൊടുത്തപ്പോൾ ഇങ്ങനെയുള്ള കള്ളപ്പരാതിന്മേൽ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് അന്വേഷിക്കേണ്ട ആള് പോലീസല്ലേ? പകരം കഴിഞ്ഞ ദിവസവും ഞാനൊരു വാർത്ത കണ്ടു. അതായത് പൗഡർ വെച്ചിട്ട് ഒരാളെ 1 മാസത്തോളം ജയിലിലിട്ടു. പൗഡറോ എന്തോ പിന്നെ പഞ്ചസാര, അത് കൊക്കൈനാണെന്ന് പറഞ്ഞ MDMA. ഇവരൊക്കെ എന്താണ് ഇവരെ എന്തിനാണ് ഇങ്ങനെ ഡിപ്പാർട്ട്മെന്റ് വെച്ചുകൊണ്ടിരിക്കുന്നത്? പലപ്പോഴും പറഞ്ഞ പോലെ ഇതിന്റെ ഒരു ഈ പോയി പരിശോധിച്ച് തിരിച്ചു വരാൻ തന്നെ ചിലപ്പോൾ ആഴ്ചകളും 2 ആഴ്ച മാസങ്ങളും ഒക്കെ എടുക്കും. ഇത് ഇവരുടെ ആ മാസം ഇവരുടെ ശമ്പളം കട്ട് ചെയ്യുന്നുണ്ടോ? ഇവരുടെ വീട്ടിലേക്കുള്ള കാര്യങ്ങൾ കട്ട് ചെയ്യുന്നുണ്ടോ? ഇവരുടെ ഭാര്യയ്ക്കോ മക്കൾക്കോ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പം സംഭവിക്കുന്നുണ്ടോ? ആ പാവപ്പെട്ട ഷീല സണ്ണി, ഈ പറയപ്പെടുന്ന ലിയാഖത്ത്, ഈ പറയപ്പെടുന്ന പെങ്കുച്ച്, അതോടൊപ്പം തന്നെ ഈ മനുഷ്യൻ, പല സ്റ്റുഡൻസും കള്ള കേസുകളിൽ ജയിലിൽ കഴിഞ്ഞിട്ടുണ്ട്. 30 ദിവസം റിമാൻഡിൽ കഴിയുന്ന ചെറിയ കാര്യമാണ്. അവന്റെ ഫ്യൂച്ചർ, അല്ലെങ്കിൽ ഷീല സണ്ണിയുടെ ഫ്യൂച്ചർ, ഈ പറയുന്ന പെൺകുട്ടിയുടെ ഫ്യൂച്ചർ, ഇതെല്ലാം അവർ ജീവിതത്തിൽ ഇന്നവരെ പോലീസ് സ്റ്റേഷൻ പോലും കാണാത്ത ആൾക്കാരൊക്കെയാണ് 22 ദിവസം റിമാൻഡിൽ കഴിയുക എന്ന് പറയുന്നത്. അത് ഈ പറഞ്ഞ കണക്ക് ജയിലിൽ കഴിയുന്ന സമയത്ത് ഗുരുതരമായിട്ടുള്ള അമ്പാട്ടുകാവ് പിന്നെ വനിതാ ജയിലിലാണ് അവർ കഴിഞ്ഞിരുന്നത്. വനിതാ ജയിലിൽ കഴിയുന്ന സമയത്ത് അവിടെ വെച്ച് വേറൊരു സഹതടവുകാരിയെ പരിചയപ്പെടുകയും അവരുടെ വേറെ ബോർഡ്സ് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അവരും സമാനമായ രീതിയിൽ ഈ അജയ് ഘോഷിന്റെ തട്ടിപ്പിനിരയാക്കപ്പെട്ട് കള്ളക്കേസിൽപ്പെട്ട് അവരവിടെ കഴിയുകയായിരുന്നു. അങ്ങനെ പുറത്ത് വിരാജിക്കുന്നു. നല്ല നിയമം നമ്മുടെ നാട്ടിലേട്ടോ, പേടി വരുന്നത് കേട്ടിട്ട്. എന്തായാലും ഈ പറഞ്ഞ പോലെ തന്നെ പോലീസുകാർ നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷകരാകും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസവും. നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതൊക്കെ അങ്ങനെയാണ്. പക്ഷെ പലപ്പോഴും പരാതിക്കാരായിട്ട്, വാദികളായിട്ട് ചെല്ലുന്ന ആൾക്കാരെ പോലും പ്രതിസ്ഥാനത്ത് നിർത്തി അവരെ കള്ളക്കേസിൽ കൊടുക്കാൻ വേണ്ടി ഒരു പ്രധാനപ്പെട്ട നഗരമധ്യത്തിലെ പോലീസ് സ്റ്റേഷനിലെ SI അടക്കം തയ്യാറാകുന്നു. ഒരുപക്ഷെ അവരുടെ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും സഹായം കൊടുക്കാമെന്നോ അല്ലെങ്കിൽ സാമ്പത്തികപരമായി അതിൽ തനിക്ക് ഗുണമുണ്ടാകും എന്നൊക്കെ കരുതിയിട്ടായിരിക്കും ഈ പോലീസുകാർ ഇങ്ങനത്തുള്ള നിയമം കയ്യിലെടുത്തുകൊണ്ട് നിയമത്തിനെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് വാദിയെ പ്രതിയാക്കുന്ന, ആടിനെ പട്ടിയാക്കുന്ന പരിപാടികൾ നമ്മുടെ നാട്ടിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ കേസിന്റെ സത്യപരമായിട്ടുള്ള അന്വേഷണങ്ങൾ ഇനി ഇതിനു മുകളിലുള്ള തലപ്പത്തുള്ള പോലീസുകാർ ഇടപെട്ടുകൊണ്ട് തന്നെ തുടർ നടപടികൾക്ക് നിർദ്ദേശിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ പോലീസ് സേനയുടെ അടക്കം വിശ്വാസ്യതയും അതേപോലെ തന്നെ ജനങ്ങൾക്കിടയിലുള്ള മതിപ്പും തിരിച്ചു വരണമെങ്കിൽ പോലീസിനിടയിലുള്ള ഇത്തരം കള്ളനാണയങ്ങളെ തുരത്തേണ്ടത് സർക്കാരിന്റെയും നമ്മുടെ നിയമ സംവിധാനങ്ങളിലും കൂടി ആവശ്യമായി മാറുകയാണ്.